സൂര്യയുടെ വാടിവാസൽ തിയേറ്ററിൽ എത്തുന്നതിനായി കാത്തിരിക്കുകയാണ് സൂര്യയുടെ പ്രിയപ്പെട്ട ആരാധകർ. വെട്രിമാരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന സിനിമ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ ആവേശത്തിലായിരുന്നു ആരാധകർ. നോട്ട് എ ടീസർ എന്ന തലക്കെട്ടോടെ ഒരു മേക്കിംഗ് വീഡിയോയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇതിനുശേഷം സിനിമയെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. സിനിമ ഉപേക്ഷിച്ചെന്ന് വരെ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ സിനിമയുടെ അപ്ഡേറ്റ് നിർമ്മാതാവ് താനു പങ്കുവച്ചിരിക്കുകയാണ്. സിനിമയ്ക്കായി സൂര്യ തയ്യാറാണെന്നും വെട്രിമാരൻ വിടുതലൈ 2-ന് ശേഷം വാടിവാസൽ ചെയ്യാൻ ഒരുക്കമാണെന്നും താനു പറഞ്ഞു. ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിന് പിന്നാലെ വാടിവാസൽ ഒരുങ്ങുന്നത് 3 ഭാഗങ്ങളായാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. വെട്രിമാരൻ സിനിമയ്ക്കുള്ള തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് 3 ഭാഗങ്ങളായിട്ടാണെന്നും പതിവ് രീതി വിട്ട് സിനിമ കൂടുതൽ വിപുലീകരിച്ച് ചിത്രീകരിക്കുമെന്നും വലൈ പേജ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം വി ക്രിയേഷൻസിന്റെ ബാനറിൽ കലൈപുലി എസ് താനുവാണ് സിനിമ നിർമ്മിക്കുന്നത്. ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകുന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുക ആർ വേൽരാജാണ്. സൂര്യയുടേതായി ഒടുവിൽ തിയേറ്ററിൽ റിലീസായ സിനിമ കങ്കുവയാണ്. വലിയ ഹൈപ്പിലെത്തിയ സിനിമയ്ക്ക് പക്ഷേ പ്രതീക്ഷിച്ച വിജയം നേടാനായിരുന്നില്ല. കാർത്തിക് സുബ്രാജ് സംവിധാനം നിർവഹിക്കുന്ന റെട്രോ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിലാണ് സൂര്യ ഇപ്പോഴുള്ളത്. അടുത്ത വർഷം ഏപ്രിൽ 10-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. അതേസമയം സൂര്യയെക്കുറിച്ച് സംവിധായകൻ ബാല പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. സൂര്യയെ നായകനാക്കി ബാല സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണ് വണങ്കാൻ. ദിവസങ്ങൾ നീണ്ടുനിന്ന ചിത്രീകരണത്തിന് ശേഷം സൂര്യ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് നടൻ അരുൺ വിജയ് ചിത്രത്തിൽ സൂര്യയ്ക്ക് പകരം നായകനായി എത്തുകയും സിനിമ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. സിനിമയുടെ ആദ്യത്തെ നിർമ്മാതാവും സൂര്യ തന്നെയായിരുന്നു. മലയാളത്തിൽ നിന്നും മമിത ബൈജുവും സിനിമയിൽ ഉണ്ടായിരുന്നു. സംവിധായകൻ ബാലയുമായുള്ള തർക്കമാണ് സൂര്യ സിനിമയിൽ നിന്ന് പിന്തിരിയാൻ കാരണം എന്ന രീതിയിൽ അഭ്യൂഹം പരന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ പിന്മാറുന്നു എന്നാണ് സൂര്യയുടെ പ്രൊഡക്ഷൻ ഹൗസ് 2D ഫിലിംസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ സൂര്യ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ബാല. ഞങ്ങൾ മറ്റൊരു സിനിമ ചെയ്യാൻ ആലോചിച്ചു. യഥാർത്ഥത്തിൽ ലൊക്കേഷനുകളിൽ സൂര്യയ്ക്കൊപ്പം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വലിയ ആൾക്കൂട്ടമാണ് കാരണം. ആരെങ്കിലും ഒരാൾ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമല്ല, ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അത്. സത്യത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം സൂര്യയ്ക്കുണ്ട് എന്നായിരുന്നു ബാല പ്രതികരിച്ചിരുന്നത്. എന്തായാലും സൂര്യയുടെ 1-ലധികം സിനിമകളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ റെട്രോ എന്ന സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. കാരണം ആരാധകരെ അത്രമാത്രം ആവേശത്തിലാക്കിയിരിക്കുകയാണ് റെട്രോയുടെ ടൈറ്റിൽ ടീസർ. സൂര്യ കാർത്തിക് സുബ്രാജ് കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രത്തിൽ പൂജ ഹെഗ്ഡെയാണ് നായിക. മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ ജോജു ജോർജ്, ജയറാം, കരുണാകരൻ തുടങ്ങിയ വമ്പൻ താരനിരയും സിനിമയിലുണ്ട്. എന്തായാലും 2025 എന്ന വർഷം സൂര്യ എന്ന നടന്റെ വിജയങ്ങളുടെ വർഷമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.